everyone, welcome to another episode of 365 Days of English. So, അപ്പോൾ നമ്മൾ ഇന്നലെ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? Yes, I am a teacher, he is a teacher, you are a teacher. സോ അതെന്താണല്ലേ അങ്ങനെ വരുന്നത്? അപ്പോൾ അതെങ്ങനെ വരുന്നു എന്ന് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഈ ഈസ്, ആം, ആർ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ എന്താണ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിപ്പോൾ ഒരു ടീച്ചറാണ്, ഐ ആം എ ടീച്ചർ. അപ്പം ഐ യൂസ് ചെയ്യുമ്പം എപ്പോഴും ഐയുടെ കൂടെ ആം ആണ് വരിക. ആം വേറെ ആരുടെ കൂടെയും പോയില്ല. ഐ ആണെങ്കിൽ അവിടെ ആം ആണ്. അപ്പം ഇപ്പോൾ ഞാൻ എന്താണ് അത് പറയാൻ വേണ്ടിയിട്ട് ഐ ആം. സോ ഐ ആം എ ടീച്ചർ ആൻഡ് ഐ ആം ടീച്ചിങ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ആം യൂസ് ചെയ്യുന്നത്. സോ ഈ ആം ഐയുടെ കൂടെ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ആരൊക്കെ ഇപ്പുറത്തുള്ളത്? യു, ദേ, വി. സോ ഈ മൂന്ന് പേരുടെ കൂടെ ആരാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. സോ യു ആർ എ ടീച്ചർ, ദേ ആർ ടീച്ചേഴ്സ്, വി ആർ ടീച്ചേഴ്സ്. സോ ഇപ്പം ഇപ്പോൾ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ബാക്കി മൂന്ന് ആൾക്കാരുടെ കൂടെ നമ്മൾ ആരാണ് യൂസ് ചെയ്യുന്നത്. യു ആർ എ ടീച്ചർ, യു ആർ ഡാൻസിങ്, നിങ്ങൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ലിസണിങ്, അവർ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഇപ്പുറത്ത് വരുന്ന ആൾക്കാരുടെ കൂടെയോ ഇവരുടെ കൂടെ നമ്മൾ ഈസ് യൂസ് ചെയ്യും. ഹി ഈസ് ടീച്ചിങ്, ഷീ ഈസ് ലിസണിങ്, ഇറ്റ് ഈസ് മൂവിങ്, ടോം ഈസ് വാച്ചിങ് എ മൂവി. ഓക്കെ, അപ്പം ഇവിടെ ഈസും ഇപ്പുറം ആറും ഐയുടെ കൂടെ മാത്രം ആമും. അത്രയും ക്ലിയർ അല്ലേ? അപ്പം ഐ ആം, യു ആർ, ദേ ആർ, വി ആർ, ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ് ആൻഡ് ടോം ഈസ്. ടോം ഇസ് എ നെയിം, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് ആരുടെ പേരും ആവാം. ശ്രുതി ഈസ് ടീച്ചിങ്. ഓക്കെ, വേറൊരു കാര്യം വരുന്നത് എവ്രിബഡി യൂസ് ചെയ്യുമ്പോഴാണ്. നമ്മൾ വിചാരിക്കും എവ്രിബഡി ഒന്നിൽ കൂടുതലല്ലേ, അപ്പം എവ്രിബഡിയുടെ കൂടെ എങ്ങനെയാണ് ലൈക്ക് ആറല്ലേ വരുന്നതെന്ന് വിചാരിക്കും. പക്ഷെ എവ്രിബഡി യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എവ്രിബഡി ഈസ് ആണ്. എവ്രിബഡി ഈസ് ബിസി, എവ്രിബഡി ആർ എന്ന് പറയില്ല. അപ്പം ഒന്നിൽ കൂടുതൽ ഉള്ളവരുടെ കൂടെ നമ്മൾ ആർ യൂസ് ചെയ്യും. ഒരാളാണെങ്കിൽ ഈസ് യൂസ് ചെയ്യും. ഓക്കെ, ഐ അവിടെ നിൽക്കട്ടെ, ഐയുടെ കൂടെ നമ്മൾ പറഞ്ഞു ആം ആണ്. ആം വേറെ ആരുടെ കൂടെയും പോവില്ല. ബാക്കി വരുന്നത് നമ്മൾ നോക്കേണ്ടത് ഒരാളാണെങ്കിൽ ഈസും ഒന്നിൽ കൂടുതൽ ആൾക്കാരാണെങ്കിൽ ആറും. ഓക്കെ, ഇപ്പം മൈ ഫ്രണ്ട് ഇസ് വാക്കിംഗ്. പക്ഷെ അവിടെ മൈ ഫ്രണ്ട്സ് ആണെങ്കിലോ മൈ ഫ്രണ്ട്സ് ആർ വാക്കിംഗ്. ഓക്കെ, അപ്പം ഒരാളും ഒന്നിൽ കൂടുതലും അതെപ്പോഴും ശ്രദ്ധിക്കാം. പക്ഷെ എവ്രിബഡിയുടെ കേസിൽ നമ്മൾ പറഞ്ഞു എവ്രിബഡി ഒരാളായിട്ടാണ് എപ്പോഴും കണക്കാക്കേണ്ടത്. എവ്രിബഡി, നോബഡി ഇവരുടെ കൂടെയൊക്കെ ഈസ് ആണ് എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എവ്രിബഡി ഈസ് ബിസി, എവ്രിവൺ ഈസ് ബിസി, നോബഡി ഈസ് ബിസി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഐ ആം, യു ആർ, ദേ ആർ, വി ആർ, ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, ടോം ഈസ് ആൻഡ് എവ്രിബഡി ഈസ്, നോബഡി ഈസ്. അപ്പം നമ്മൾ കുറേ എക്സാമ്പിൾസ് പറഞ്ഞു അല്ലേ? അപ്പം ഒരു സെൻറ്റൻസ് നൺ ഓഫ് ദം ഡാഷ് ഇന്ത്യൻസ്, അവിടെ ഈസ് ആണോ ആറാണോ വരാന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഞാൻ എന്താണ് അല്ലെങ്കിൽ അവൻ എന്താണ് എന്നൊക്കെ പഠിച്ചു. അപ്പം ഞാനിപ്പോൾ ഇതല്ല, അവൻ അതല്ല, അവർ അതല്ല, അല്ലെങ്കിൽ അവൻ അതാണോ അവരതാണോ അതെങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസസ് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.